ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. നമ്മളിന്ന് കാണാൻ പോകുന്നത് എന്താണ് മീൻ ഡീവിയേഷൻ എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ഹൗ ടു ഫൈൻഡ് മീൻ. നമുക്ക് മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയാം. അപ്പം ഫസ്റ്റ് ഇവിടെ മീൻ ഡീവിയേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സെറ്റ് ഓഫ് വാട്ട് എവർ ദ ഡേറ്റാസ് മൈറ്റ് ബി, ആ ഡേറ്റ എന്തൊക്കെ ആയാലും ശരി നമുക്കൊരു മീൻ കിട്ടും ഫ്രം ദ ഡേറ്റ ദാറ്റ് വി ഹാവ് ഗോട്ട് ഓർ ഗിവൺ. ആ ഡേറ്റയിൽ നിന്ന് നമ്മളൊരു മീൻ കണ്ടുപിടിക്കും. അപ്പോൾ ഈ മീൻ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ ഈ മീനിൽ നിന്നും എന്തുമാത്രം ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ എന്തുമാത്രം ഡിഫറൻസ് ഇവർ തമ്മിലുണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, മീൻ ഡീവിയേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീൻ ഡീവിയേഷൻ ഉണ്ട്. ഒന്നാമത്തത് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ, രണ്ടാമത്തെ മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ, പിന്നെ മീൻ ഡീവിയേഷൻ ഫ്രം മോഡ്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ മാത്രമാണ്. അപ്പം മീൻ ഡീവിയേഷൻ ഫ്രം മീൻ, അതായത് MD(x)ബാർ ഫ്രം അൺഗ്രൂപ്പ്ഡ് സീരീസാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ ഈ അൺഗ്രൂപ്പ്ഡ് സീരീസിൽ വാട്ട് ആർ ദ സ്റ്റെപ്സ്? ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഫൈൻഡ് ദ മീൻ. മീൻ ആദ്യമേ കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്ന എക്സിൻ്റെ പല വാല്യൂസ് കാണും. ആ പല വാല്യൂസിൽ നിന്നും ഈ മീൻ ഓരോന്നായിട്ട് ഡിഫറൻസ് കണ്ടുപിടിക്കുക, അതായത് കുറയ്ക്കുക. അപ്പം ആദ്യത്തെ എക്സ് വാല്യൂ X1 ആയിട്ട് നമുക്ക് എടുക്കാം. X1-ൽ നിന്നും നമ്മൾ X-ബാർ കുറയ്ക്കുക, പിന്നെ X2-ൽ നിന്നും X-ബാർ കുറയ്ക്കുക, അങ്ങനെ കണ്ടിന്യൂസ് ഒരു കോളം ഉണ്ടാക്കുക. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. അത് നമ്മൾ ഡിഫറൻസ് എന്താണ്, എന്തൊക്കെ ഡിഫറൻസ് കണ്ടുപിടിച്ചോ ആ ഡിഫറൻസിൻ്റെ ടോട്ടൽ. അപ്പോൾ ഇവിടെ ചിലപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ ചിലപ്പോൾ X-ബാറിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ നാച്ചുറലി കൂടുതലായിരിക്കാം, X-ബാറിനേക്കാളും കുറവുമായിരിക്കും. അപ്പോൾ നാച്ചുറലി X-ബാറിനേക്കാളും കുറവാണ് എക്സ് എങ്കിൽ അവിടെ സൈനിൻ്റെ ഇഷ്യൂ വരും. പക്ഷേ മീൻ ഡീവിയേഷനിൽ അതൊരു പ്രോബ്ലമേ അല്ല. എന്തുകൊണ്ട്? നമ്മൾ മോഡുലസ് അവിടെ ഇടുന്നുണ്ട്. അതുകൊണ്ട് മോഡുലസ് ഇടുന്നത് കൊണ്ട് സൈൻ നമ്മൾ ഗവനിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോർമുല ഉപയോഗിക്കും. ഈ ഫോർമുലയിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓരോ X1-ൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു, X2 മൈനസ് X-ബാർ കണ്ടുപിടിക്കുന്നു, ഇത് മൊത്തം ആഡ് ചെയ്യുന്നു. അതായത് സിഗ്മ X മൈനസ് X-ബാർ കണ്ടുപിടിച്ചതിന് ശേഷം തന്നിരിക്കുന്ന നമ്പേഴ്സിൽ നിന്നും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് MD കിട്ടും. നമുക്കിവിടെ ഒരു പ്രോബ്ലം നോക്കാം. അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എക്സിൻ്റെ വാല്യൂസാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ അൺഗ്രൂപ്പ്ഡ് സീരീസിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ മീൻ കണ്ടുപിടിക്കാൻ യൂഷ്വലി നമ്മൾ മീൻ നല്ലോണം പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പം മീൻ കണ്ടുപിടിക്കാൻ നമ്മൾ X-ബാറിൽ നിന്നും X-ബാറല്ല X വാല്യൂസ് തന്നിരിക്കുമ്പോൾ എക്സിൽ എന്താണ് മീൻ കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ചെയ്യുന്നത്? അതിൻ്റെ ടോട്ടൽ എടുക്കുക. ദാറ്റ് ഇസ് സിഗ്മ X കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ = എത്ര കിട്ടി? ഇത് മൊത്തം ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 130 കിട്ടും. എന്നിട്ട് ഇതിൻ്റെ മീൻ കണ്ടുപിടിക്കുക. മീൻ എന്താണ്? X-ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ ഡിവൈഡഡ് ബൈ n ചെയ്ത് കഴിയുമ്പോൾ 130/5 നമുക്ക് 26 കിട്ടും. ഇനി അടുത്ത കോളം എന്ന് പറഞ്ഞാൽ എന്താണ്? X മൈനസ് X-ബാർ. നമുക്ക് X-ബാർ കിട്ടി എന്താണ്? 26. അപ്പോൾ ആദ്യമേ 26 മൈനസ് 26 നമുക്ക് 0 കിട്ടും. 32 മൈനസ് 26 6, പിന്നെ 16 മൈനസ് 26. അവിടെ മൈനസ് വരാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ മോഡൽസ് ഇട്ടത് കൊണ്ട് നമ്മൾ സൈൻ ഗവനിക്കത്തില്ല, 10 തന്നെ ഇടും. ഇതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക 58 കിട്ടിക്കഴിഞ്ഞ് ഫോർമുല ഉപയോഗിക്കുക. സിഗ്മ X മൈനസ് X-ബാർ മോഡുലസ്. ഇതിൻ്റെ ടോട്ടൽ നമുക്ക് എന്താണ് നമ്മൾ കണ്ടുപിടിച്ചു? 58/5 നമുക്ക് 11.6 കിട്ടി. അങ്ങനെ മീൻ ഡീവിയേഷൻ ഫ്രം മീൻ എന്താണ്? എത്ര നമുക്ക് കിട്ടി? 11.6. ഓക്കെ.